ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. ഓട്ടോഡെസ്ക് റിവറ്റ് ആർക്കിടെക്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ vray യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് vray യൂസ് ചെയ്തിട്ട് എങ്ങനെ റെൻഡർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം, പിന്നെ എങ്ങനെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം, vray മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കാം എന്നൊക്കെയാണ് നോക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്, എന്നാലും 2-3 വീഡിയോ പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഇത് തന്നെ റിവിറ്റ് നമുക്ക് നൽകുന്ന ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ഫയലാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ഒരു റെവിറ്റ് വിൻഡോ അല്ലെങ്കിൽ റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിൽ കാണാം vray എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അത് കാണില്ല. പകരം ബാക്കിയെല്ലാം കാണും, പക്ഷേ vray എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ കാണില്ല. ഈ vray എന്ന് പറയുന്നത് നമ്മൾ ചാവോസ് ഗ്രൂപ്പ് നൽകുന്ന ഒരു പ്ലഗിൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലേ ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെവിറ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏത് റെവിറ്റാണോ, അതായത് 2013 ആണോ അല്ലെങ്കിൽ 14 ആണോ 19 ആണോ 20 ആണോ ആ വേർഷൻ അനുസരിച്ചിട്ടുള്ള vray നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ചാവോസ് ഗ്രൂപ്പിൻ്റെ ഓതറൈസ്ഡ് സൈറ്റിൽ നിന്നും. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ടെലിഗ്രാമിൽ വന്നാൽ ഞാൻ എൻ്റെ ലിങ്ക് തരാം, നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽസൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അതിനെക്കുറിച്ച് അധികമായിട്ട് പറയുന്നില്ല, സിമ്പിളാണ്. ഏത് വേർഷനാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ റെവിറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലൊരു പാനൽ നിങ്ങൾക്ക് വരും. ഓക്കെ, ഇവിടാണ് നമ്മൾ ഓൾമോസ്റ്റ് vrayയുടെ എല്ലാ മെറ്റീരിയൽസും കൊടുക്കുന്നതും അതുപോലെ തന്നെ റെൻഡർ ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ നിങ്ങൾ vrayയിലേക്ക് വന്നാൽ, അതായത് നിങ്ങളിപ്പോൾ vray പാനൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്, ലൈസൻസ് സെർവർ അതുപോലെ തന്നെ എനേബിൾ vray. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ vray എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാനൽ ഇതെല്ലാം ആക്റ്റീവ് ആവും. സോ നമുക്ക് ഫസ്റ്റ് സെറ്റിംഗ് തന്നെ തുടങ്ങാം. സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് നമുക്കിപ്പം എന്തെങ്കിലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ മെയിൻലി നമ്മൾ നോക്കുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ CPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഗ്രാഫിക്സ് കാർഡൊക്കെ GPU യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ വരും, GPU എന്ന് പറഞ്ഞ് ജസ്റ്റ് അത് എനേബിൾ ആക്കുക. ഇപ്പം എനിക്ക് GPU ഒന്നുമില്ല, ജസ്റ്റ് CPU മെമ്മറി വെച്ചിട്ടാണ് ഞാനിപ്പം റെൻഡറും അതെല്ലാം ചെയ്യുന്നത്. സോ ഞാൻ CPU തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, പിന്നെ ഓട്ടോ സേവ് ഉണ്ട്, ജിയോമെട്രിക് ടെസ്ലേഷൻ, ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ മാറ്റാൻ, ഞാനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. സോ പാത്ത് ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്നൊക്കെയാണ്. സോ നമ്മളതൊന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത് CPU ആണോ GPU ആണോ എന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ CPU ആണ്. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ GPU എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലോസ് ചെയ്യാം. ദെൻ ഓൺലൈൻ ഹെൽപ്പാണ്. പിന്നെ വ്യൂ സ്പെസിഫിക്, എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള സ്പെസിഫിക് സെറ്റിംഗ് മോഡ് കാണണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എനേബിൾ ആക്കിയാൽ മതി. നമുക്ക് ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുമ്പം എക്സ്പോഷർ വാല്യൂ ആണ്. ഇതാകുമ്പോൾ നമ്മുടെ ക്യാമറയുടെ എക്സ്പോഷർ അതുപോലെ തന്നെ പിക് ഫോക്കസ് പോയിന്റ് ഇതൊക്കെ ചൂസ് ചെയ്യുന്നതാണ്. എക്സ്പോഷർ വാല്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ്, എഫക്റ്റ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ നോർമലാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് തുടങ്ങാം. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ കറൻറ്റ് വ്യൂ ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ വ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ റൈറ്റ് സൈഡിൽ 3D വ്യൂ കാണാം. ആ വ്യൂ തന്നെ ആയിരിക്കും ഈ ലെഫ്റ്റ് സൈഡിലും കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏത് വ്യൂ ആണോ റെൻഡർ ചെയ്യേണ്ടത് ജസ്റ്റ് അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം ടിക്ക് ചെയ്യുക, ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം ടിക്ക് ചെയ്യുക. ഇപ്പം എനിക്കിത് വേണ്ടത് കോർട്ട്യാർഡ് എന്ന് പറയുന്നത്, ബിൽഡിംഗ് കോർട്ട്യാർഡ് എന്ന് പറയുന്നതാണ്. അതാണ് ഈ വ്യൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡിംഗ് കോർട്ട്യാർഡ് ജസ്റ്റ് ടിക്ക് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ ബിൽഡിംഗ് കോർട്ട്യാർഡ് ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പം റെൻഡർ ചെയ്താൽ, ഇപ്പോൾ ഏത് വ്യൂവിൽ നിന്ന് റെൻഡർ ചെയ്താലും, ഇതിപ്പോൾ ഞാൻ ബാൽക്കണി വ്യൂ എടുത്താലും അല്ലെങ്കിൽ 3D വ്യൂ എടുത്താലും റെൻഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് വ്യൂ ആണോ സെലക്ട് ചെയ്തത് ആ വ്യൂ മാത്രമേ റെൻഡർ ആവൂ. അതല്ല, ഞാനിപ്പോൾ ഇതെല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യൂ എല്ലാം ഏതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ വ്യൂ എല്ലാം റെൻഡർ ആവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റെൻഡർ പ്രൊഡക്ഷനാണ്. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. റെൻഡർ പ്രൊഡക്ഷൻ ഉണ്ട്, റെൻഡർ ഇൻറ്ററാക്റ്റീവ് ഉണ്ട്, റെൻഡർ ഇൻ ചാവോസ് ക്ലൗഡ് ഉണ്ട്. സോ നമ്മൾ ചാവോസ് ക്ലൗഡ് യൂസ് ചെയ്യാറില്ല, കാരണം ക്ലൗഡിൽ വെച്ച് റെൻഡർ ചെയ്യുന്നതിനാണ് അത് യൂസ് ചെയ്യുന്നത്. സോ നമുക്കത് വേണ്ട. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെൻഡർ പ്രൊഡക്ഷനാണ്. റെൻഡർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം നോർമലി നമ്മൾ എങ്ങനെയാണോ റെൻഡർ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു വ്യൂ എടുത്തിട്ട് റെൻഡർ ചെയ്യുകയാണ്.
ഓക്കെ, നമുക്ക് വേറെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റത്തില്ല. നെക്സ്റ്റ് റെൻഡർ ഇൻട്രാക്റ്റീവ് ആണെങ്കിൽ അതെന്ന് പറയുമ്പം നിങ്ങൾക്കിപ്പം റെൻഡർ ഇൻട്രാക്റ്റീവ് കൊടുത്തിട്ട് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ റെൻഡർ നടന്നുകൊണ്ടിരിക്കും, പകരം നമുക്ക് ഇതിൻ്റെ വ്യൂ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളിപ്പം റെൻഡർ ചെയ്യുകയാണ്, ഓക്കെ, റെൻഡർ ഇൻട്രാക്റ്റീവ് കൊടുത്തിട്ട് റെൻഡർ ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ തന്നെ അത് ലെഫ്റ്റ് സൈഡിൽ നടക്കും, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ ചേഞ്ച് ആയാൽ, അതായത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നാണ്ടേ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്താൽ ആ കറൻറ്റ് വ്യൂ റെൻഡർ ആവും. ഓക്കെ, അതാണ് റെൻഡർ ഇൻട്രാക്റ്റീവ്. സോ നമ്മൾ റെൻഡർ ഇൻട്രാക്റ്റീവ് കൊടുത്തിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ഷോ ഹൈഡ് അല്ലെങ്കിൽ ഫ്രെയിം ബഫറാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെയിം ബഫർ ഷോ ചെയ്യണോ വേണ്ട എന്നൊക്കെ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് നമ്മൾ ക്വാളിറ്റി, അതായത് നമുക്ക് പല ക്വാളിറ്റി ഉണ്ട്. ഡ്രാഫ്റ്റ് ഉണ്ട്, ഏറ്റവും ലോ ക്വാളിറ്റിയാണ് ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് ലോ, മീഡിയം, ഹൈ, വെരി ഹൈ. സാധാരണ നമ്മൾ റെവിറ്റ് റെൻഡർ ചെയ്യുന്ന പോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നോർമൽ റെസൊല്യൂഷൻ, നമ്മുടെ ഇതിപ്പം ഈ വ്യൂ എത്രയാണോ ആ റെസൊല്യൂഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് റീജിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പിക്ചർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ 60 വൈറ്റ് സ്ക്രീൻ ചൂസ് ചെയ്തു. അതല്ലെങ്കിൽ ഡയമെൻഷൻ താഴെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഡയമെൻഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് DPI, അതായത് ഡോട്ട് പെർ ഇഞ്ച്. നിങ്ങൾക്ക് ഒരു ഇഞ്ചിൽ എത്ര ഡോട്ട് വേണം, അതായത് എത്ര ക്ലാരിറ്റിയിൽ വേണം എന്ന് തീരുമാനിക്കുന്നതാണ്. മിനിമം 300 കൊടുക്കുക, അല്ലെങ്കിൽ 150. ഓക്കെ, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അടുത്തെന്ന് പറയുമ്പോൾ ലൈറ്റിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഓഫ്, ഓൺ. ഇതിപ്പം ഓഫാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഓൺ ആവും. ഓക്കെ, അതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം ഇൻറ്റീരിയർ ലൈറ്റ്, അതുപോലത്തെ ലൈറ്റൊക്കെ ഓണും ഓഫാക്കാൻ വേണ്ടിയാണത്. നെക്സ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ vray സണ്ണാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻ വരും. അതിനകത്ത് vray സണ്ണുണ്ട്, ഡോം ലൈറ്റ് ഉണ്ട്, നോ ലൈറ്റ് ഉണ്ട്. നോ ലൈറ്റ് യൂസ് ചെയ്താൽ നൈറ്റ് വ്യൂ കിട്ടും. ഡോം ലൈറ്റ് യൂസ് ചെയ്താൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈറ്റിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും ലൈറ്റ്. മറ്റേ vray സണ്ണാണെങ്കിൽ സണ്ണിൻ്റെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെൻഡർ ചെയ്യാം. ഞാൻ vray സൺ കൊടുത്തു. ഓക്കെ, അത് തന്നെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. vray സണ്ണുണ്ട്, ഡോം ലൈറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ നോ ലൈറ്റ് ഉണ്ട്. ഞാൻ vray സൺ കൊടുക്കുകയാണ്. ഇൻറ്റൻസിറ്റി കൊടുക്കാം, സണ്ണിൻ്റെ സൈസ് കൊടുക്കാം, സൺ ഫിൽറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ഈ ആരോ ക്ലിക്ക് ചെയ്താൽ ആൽബിഡോ കളർ കൊടുക്കാം. അതുപോലെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നണ്ണുണ്ട്, കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, റെവിറ്റിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല ഡോം ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് HDR ഇമേജ്, ഇൻറ്റൻസിറ്റിയും സോൾട്ട് കളറും ഒക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ HDR ഇമേജ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് വരും. കാരണം ഈ ഇമേജിനെ ബേസ് ചെയ്തിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനകത്ത് സണ്ണില്ലേ, ഇപ്പം ഞാൻ ഇവിടെ റൊട്ടേറ്റ് H, റൊട്ടേറ്റ് V, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഓഫ്സെറ്റ് V എന്നൊക്കെ പറഞ്ഞ്. ഇത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കതൊക്കെ പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് അസറ്റ് എഡിറ്ററാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എഡിറ്റർ വരും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് vray നെസ്റ്റ് ആണ്. 5 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഓൾഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. സോ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ vray അസറ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ നമുക്കൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണിത്. സോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ഇതുപോലെ തന്നെ ജിയോമെട്രി ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ ഒരു യുക്തി അനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ജിയോമെട്രി ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പം ഗ്രാസൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഗ്രാസ് എന്ന് പറയുന്നത് ഒരു ഒറിജിനാലിറ്റി ഇല്ല, ജസ്റ്റ് ഒരു ഇമേജ് പോലെ കിടക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫർ യൂസ് ചെയ്താൽ കറക്റ്റ് ഒറിജിനാലിറ്റി, ഒരു 3D പോലത്തെ പുല്ല് കിട്ടും, ഗ്രാസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റേഴ്സാണ്. ഇതിപ്പോൾ കുറേ ടെക്സ്റ്റേഴ്സ് ഉണ്ട്. ബിറ്റ് മാപ്പ് കൊടുക്കാം, നമുക്ക് ഇമേജ് കൊടുക്കാം, കളർ കൊടുക്കാം, ടെമ്പറേച്ചർ കൊടുക്കാം, ഗ്രേഡിയൻ്റ് കൊടുക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെക്ക്, ഗ്രിഡ്, ടൈല്, ക്ലോത്ത്, ലെതർ, അങ്ങനെ പല മെറ്റീരിയൽസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ജനറിക് മെറ്റീരിയൽസ്, നോർമൽ മെറ്റീരിയൽസ് നമുക്ക് ഒരു ജനറിക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 സൈഡ്, കാർ പെയിൻറ്റ്, ഹെയർ, VR സ്കാന്, ബമ്പ്, ബ്ലെൻഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ യുക്തി അനുസരിച്ച് ഏത് മെറ്റീരിയലാണോ വേണ്ടത് ആ മെറ്റീരിയൽ അനുസരിച്ച് കൊടുക്കുന്നതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ജനറിക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, മെറ്റീരിയൽ, അതിനകത്ത് ജനറിക് ക്ലിക്ക് ചെയ്തു. ജനറിക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ആരോ കാണാം. ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ജനറിക് മോഡലിൻ്റെ ഫുള്ള് ഇത് കാണാം ഇവിടെ. സോ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, റീനെയിം കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എന്ന് കൊടുക്കാം.
ഓക്കെ, ഗ്ലാസ് ഒന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡിഫ്യൂസ് കൊടുക്കാം, റിഫ്ലക്ഷൻ കൊടുക്കാം, റിഫ്രാക്ഷൻ, ഒപ്സിസിറ്റി, ഇതെല്ലാം കൊടുക്കാം. ഞാൻ ഡിഫ്യൂസ് എടുത്തിട്ട് ഒരു കളർ പിക്ക് ചെയ്യാണ്, ഒരു ബ്ലൂ. ഓക്കെ, ബ്ലൂ കൊടുത്തു. ദെൻ ഒപ്സിസിറ്റി മാക്സിമം കുറച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരു ഗ്ലാസിൻ്റെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. റിഫ്ലക്ഷനൊക്കെ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. അതൊക്കെ. ദെൻ ബമ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, ഇങ്ങനെ മെറ്റീരിയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒപ്സിസിറ്റി സെറ്റ് ചെയ്യാം, ചെറിയ ഒപ്സിസിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോഗ് മൾട്ടിഫയർ, ഫോഗ് കളർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ദെൻ ഓക്കെ, നമുക്കിപ്പോൾ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പിയറൻസ് മാനേജറാണ് നെക്സ്റ്റ്. ഇതാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്ന ഒരു ബ്രൗസർ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ വരും. നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അത് നെക്സ്റ്റ് ടാബിൽ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റാണിത്. ആ ഒബ്ജക്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്ലോബൽ ഓവർറൈഡ്സ് ആണ്. നമുക്കത് ഓവർറൈഡ്സ് ആയിട്ട് കൊടുക്കുന്നത്, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മെറ്റീരിയൽസ് നോക്കാം. മെറ്റീരിയൽസിനകത്ത് ഞാനിപ്പം ഗ്ലാസ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഗ്ലാസ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ലൈറ്റ് പലതുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ നോ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതായത് നമ്മുടെ വീറേ മെറ്റീരിയൽ മാറിയിട്ട് നമ്മുടെ റെവിറ്റിൻ്റെ മെറ്റീരിയൽ മാറിയിട്ട് നമ്മുടെ വീറയുടെ മെറ്റീരിയൽ അവിടെ വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് വീറയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാൻ ഈ വ്യൂവിലെ 3D മാറ്റി. നമ്മുടെ ഈ ടോപ്പോഗ്രാഫി, ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് നോക്കാം. സൈറ്റ് ഗ്രാസ് ആണ് മെറ്റീരിയൽ. ഓക്കെ, ഞാനിപ്പം വ്യൂവിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യാണ്. നമ്മൾ ക്വാളിറ്റി കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്തു. ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്. ഇമേജ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഇമേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി, അതായത് ഗ്രാസിൻ്റെ ക്വാളിറ്റി. വലിയ ഇതൊന്നുമില്ല, കാരണം ഒരു ജസ്റ്റ് ഒരു ഇമേജ് പോലെ ഒരു പച്ചപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അത്ര ക്വാളിറ്റിയിലല്ല അത് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ അത് ക്ലോസ് ചെയ്തു. അപ്പം നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ നമ്മളിപ്പം സാധാ റെവിറ്റ് യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്ത ക്വാളിറ്റിയാണിത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ വീറേ യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മൾ വീറേ യൂസ് റെൻഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ റെൻഡർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വീറേ മെറ്റീരിയൽസ് കൊടുത്ത് റെൻഡർ ചെയ്യാം, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെവിറ്റിലെല്ലാം മെറ്റീരിയൽസ് കൊടുത്തിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് വീറേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ റെൻഡർ ചെയ്യാൻ നോക്കാം. ഞാൻ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ബിൽഡിംഗ് കോർട്ടിയാർഡ് എടുത്തു. സോ ഈ വ്യൂ ആണ് നമ്മൾ റെൻഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ വീറേ മെറ്റീരിയൽ കൊടുക്കണം, എന്നാലേ നമുക്ക് വീറേ ആ ഒരു ഒറിജിനാലിറ്റി എടുത്തുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ ടോപ്പ് ഓഫ് സർഫസിൻ്റെ ഈ ഗ്രീൻ, നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രീൻ, അത് മാറ്റിയിട്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാസ് കൊടുക്കുകയാണ്. അതിനായിട്ട് അസറ്റ് എടുത്തിട്ട് ചെല്ലുക, ഇവിടുന്ന് ജിയോമെട്രി ഫർ കൊടുക്കുക. ഓക്കെ, ദെൻ വീണ്ടും മെറ്റീരിയൽസ് എടുത്തിട്ട് ജനറിക് മെറ്റീരിയൽ കൊടുക്കുക. ഞാൻ അതിന് റീനെയിം കൊടുക്കുകയാണ്, ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഗ്രീൻ കൊടുത്തു. ദെൻ ഫർ സെലക്ട് ചെയ്തു. ഇവിടുന്ന് കൗണ്ട് പെർ ഏരിയ കുറച്ച് കൂടുതൽ 1 കൊടുത്തു, 1.5 കൊടുക്കുക. ലെങ്ത് കുറച്ചു. ദെൻ തിക്നെസ്സും കുറച്ചു.
താഴേക്ക് വന്നിട്ട് മെറ്റീരിയലുണ്ട്, ജസ്റ്റ് ടിക്ക് കൊടുക്കുക, ഇവിടെ നിന്ന് ഗ്രീൻ സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ ഗ്രീനാണ്. ഓക്കെ, എന്നിട്ട് ഗ്രീൻ ചെല്ലുക, ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാതെ ഡിഫ്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാസ് വരുന്നത്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്താൽ അപ്പിയറൻസ് മാനേജറിൽ ചെല്ലുക. അവിടുന്ന് നിങ്ങളിവിടെ ഗ്രാസ് എന്ന് സെർച്ച് ചെയ്യുക. ഗ്രാസ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയലിനകത്ത് ഗ്രാസ് ഉണ്ടെങ്കിൽ ഗ്രാസ് വരും. സോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഗ്രാസ് ആണ്, അപ്പോൾ ഗ്രാസ് വന്നിട്ടുണ്ട്. ദെൻ ഈ റൈറ്റ് സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് ഫർ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഫർ സെലക്ട് ആയിട്ടുണ്ട്, ഗ്രീൻ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റെസൊല്യൂഷൻ ഏതാണോ അത് ചൂസ് ചെയ്യുക. ദെൻ റെൻഡർ ഇൻട്രാക്റ്റീവ് ചെല്ലുക, റെൻഡർ ഇൻട്രാക്റ്റീവ് കൊടുക്കുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം റെൻഡറായി കിട്ടുന്നത് വരെ. നമ്മുടെ ഗ്രാസ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് റെൻഡറായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ കുറച്ച് തിക്ക് കുറച്ചിട്ടാണ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്, കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മൾ എടുത്തപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് മാത്രമായിരുന്നു നമ്മുടെ ഗ്രാസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാണ് റെൻഡർ ചെയ്തിട്ടുള്ളത്. റെസൊല്യൂഷൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചുകൂടെ അടുത്തുള്ള വ്യൂ നമുക്ക് നോക്കിയാൽ കാണാം. ജസ്റ്റ് ഒരു ഇമേജ് അല്ല, പകരം ഒരു 3Dയിൽ നല്ല ഒരു ഒരു 3D ഇതിൽ തന്നെ നമ്മുടെ ഗ്രാസ് വന്നിട്ടുണ്ട്. നമ്മുടെ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ റെൻഡേഡ് ഇമേജ്. ഇപ്പോൾ ഞാൻ 3D മറ്റേ vray മെറ്റീരിയൽ കൊടുത്ത് ചെയ്ത റെൻഡറിങ് ആണിത്. സോ ഇതായിരുന്നു നമ്മൾ നേരത്തെ റെവിറ്റ് യൂസ് ചെയ്ത റെൻഡറിങ്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു 3D നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് മെറ്റീരിയൽ കൊടുക്കുന്നതും റെവിറ്റിൽ vray യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, പെയിൻറ്റ്, അതായത് ഇപ്പം ഞാൻ 3Dയിലേക്ക് മാറിയാൽ നിങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റ് അതെല്ലാം നമുക്ക് വിറയുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് അസറ്റ് ബ്രൗസർ തുറന്നോ മനസ്സിലാവും നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാ കൊടുക്കുന്ന പോലെ തന്നെ റെവിറ്റിൽ മെറ്റീരിയൽ കൊടുക്കാം. ദെൻ വിറേ വന്നിട്ട് ആ മെറ്റീരിയൽ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ വിറേ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.